സ്നാനം എന്ന കൂദാശയിലൂടെ നമ്മെ ദൈവമക്കളാക്കുകയും തൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാക്കുകയും ചെയ്ത യേശുക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനം. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും നിലനിൽക്കുന്ന രണ്ട് പ്രധാന ചോദ്യങ്ങളുണ്ട്. ഞാൻ ആരാണ്? എന്തുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു? പലപ്പോഴും മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന ഭയം, സുരക്ഷിതത്വമില്ലായ്മ, ആശയക്കുഴപ്പങ്ങൾ, പാവപ്രവൃത്തികൾ എന്നിവയെല്ലാം നമ്മെ ബാധിക്കാനുള്ള പ്രധാന കാരണം നാം ആരാണ് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത്തരം സ്വയം തിരിച്ചറിവില്ലായ്മകളാണ് നമ്മുടെ ജീവിതത്തെയും ദൗത്യ നിർവഹണത്തെയും പ്രയാസകരമാക്കുന്നത്. നാം ആരാണെന്നുള്ള തിരിച്ചറിവ് ശരിയായ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. യേശുവിൻ്റെ സ്നാന സമയത്താണ് യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പിതാവാം ദൈവം വെളിപ്പെടുത്തുന്നത്. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമല്ല. ദൈവത്തിൻ്റെ ദൗത്യം വിശ്വസ്തരായ വ്യക്തികളെ ഫലമേൽപ്പിക്കുന്നതിന് മുമ്പ് അത് ഏൽക്കുന്ന വ്യക്തി ആരാണ് എന്ന് സ്വയം തിരിച്ചറിയുവാൻ പദ്ധതികൾ ഒരുക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം യേശുവിൻ്റെ സ്നാനം സ്വത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും സ്ഥിരീകരണം എന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ ഐഡൻറ്റിറ്റി എന്ന പദമാണ് സ്വത്വമെന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. ഇത് യേശുവിൻ്റെ ആളത്വമാണ്. ദൈവിക ദൗത്യ നിർവഹണത്തിൽ സ്വത്വം അഥവാ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവിക സ്വത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൗത്യ നിർവഹണത്തിന് അനിവാര്യമാണ്. ദൈവിക സ്വത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൗത്യ നിർവഹണത്തിന് അനിവാര്യമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മോശയെ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൗത്യം ദൈവം ഏൽപ്പിക്കുന്നതായി നാം വായിക്കുന്നു. അതിനുമുമ്പ് മോശയെ പേർ ചൊല്ലി വിളിക്കുകയും ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. ദൈവം മോശയെ വിളിക്കുന്നത് ഒരു ദേവാലയത്തിലോ രാജകൊട്ടാരത്തിലോ വച്ചല്ല. അപ്രതീക്ഷിതമായി മുന്നൊരുക്കമില്ലാത്ത ഒരു സാധാരണ നിമിഷത്തിൽ ഒരു നിർജ്ജന പ്രദേശത്ത് വെച്ചാണ്. അവൻ തൻ്റെ അമ്മായിയപ്പനായിരുന്ന ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. കത്തുന്ന മുൾപ്പുറപ്പിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം അവനെ മോശെ എന്ന് വിളിക്കുന്നു. അതിനുശേഷം ദൈവം തൻ്റെ ആളത്വം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. പേർചൊല്ലി വിളിക്കുക എന്നത് സ്നേഹത്തെ അധിഷ്ഠിതമാണ്. ദൈവം മോശയുമായി ആഴമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിൻ്റെയും ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നാണ്. തുടർന്ന് ദൈവം മോശയുടെ ദൗത്യത്തെക്കുറിച്ച് അവനോട് വിശദീകരിക്കുന്നു. മോശെ ദൈവത്തിൻ്റെ പേര് എന്താണെന്നറിയുവാൻ ആകാംക്ഷയുള്ളവനാകുന്നു. അതിന് അയാം ഹു അയാം അഥവാ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നായിരുന്നു ദൈവത്തിൻ്റെ മറുപടി. ദൈവത്തിൻ്റെ പേര് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ഭാഷ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പരിമിതപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സ്വത്വവും ആളത്വവും തിരിച്ചറിഞ്ഞ് മോശെ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവനാകുന്നു. എന്നാൽ തൻ്റെ പരിമിതികളെക്കുറിച്ച് മോശെ ആശങ്കാകുലനാകുന്നു. താൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, അതുകൊണ്ട് മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് മോശെ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തൻ്റെ പ്രശ്നങ്ങളും സംശയങ്ങളുമെല്ലാം ദൈവം പരിഹരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വത്വവും തൻ്റെ വ്യക്തിത്വവുമെല്ലാം തിരിച്ചറിഞ്ഞ മോശെ ദൈവിക ദൗത്യം ഏറ്റെടുക്കുകയും അത് വിജയകരമായി നിർവഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് മാത്രമല്ല, ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ദൈവിക ദൗത്യം വിജയകരമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, സ്നാനം വ്യക്തികളെ അടിമത്തിൽ നിന്നും പുത്രത്വത്തിലേക്ക് നയിക്കുന്നു. സ്നാനം വ്യക്തികളെ അടിമത്തിൽ നിന്നും പുത്രത്വത്തിലേക്ക് നയിക്കുന്നു. ഗലാത്യർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനാലാണ് നാം പാപത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ ദൈവിക അവകാശങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. മനുഷ്യൻ ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്നിടത്തോളം ദൈവമക്കൾക്ക് ലഭിക്കുന്ന പൂർണ്ണ അവകാശങ്ങൾ ലഭിക്കുകയില്ല. അബ്ബ എന്നുള്ളത് അപ്പൻ അല്ലെങ്കിൽ പിതാവിനെ സൂചിപ്പിക്കുന്ന ഒരു അരാമ്യ പദമാണ്. ക്രിസ്തുവിലൂടെ ദൈവമക്കൾ എന്ന അവകാശം ലഭിച്ചവർക്കാണ് ദൈവത്തെ അപ്രകാരം അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നത്. ഇപ്രകാരം ക്രിസ്തു മുഖേന ദാസത്തിനുള്ളതായിട്ടുള്ള വിടുതലും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പദവി നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല, ദൈവകൃപയാൽ നൽകപ്പെട്ടതാണ്. സ്നാനം എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമെന്ന പദവി നമുക്ക് ലഭ്യമാകുന്നു. എന്നാൽ നാം നമ്മുടെ പദവിയെക്കുറിച്ചുള്ള ബോധ്യവും തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടത്, നമ്മൾ നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഈ പദവിയെക്കുറിച്ചുള്ള അച്ഛതയാണ് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മിൽ ഇല്ലാതെ പോകുവാനുള്ള കാരണം. സ്നാനം എന്ന കൂദാശയിലൂടെ പുതിയ പേരും നമുക്ക് ലഭ്യമാകുന്നു. ഇത് ദൈവത്തിൻ്റെ മകൻ, മകൾ എന്ന പേരും പദവിയുമാണ്.
നമുക്ക് ലഭിച്ച പദവിക്ക് യോഗ്യമായ ജീവിതം നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. മൂന്നാമത്തെ ചിന്ത, യേശുക്രിസ്തുവിൻ്റെ സ്വത്വം സ്നാന സമയത്താണ് വെളിപ്പെട്ടത്. യേശുക്രിസ്തുവിൻ്റെ സ്വത്വം സ്നാന സമയത്താണ് വെളിപ്പെട്ടത്. മത്തായി 3-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനമേൽക്കുന്നതിനായി കടന്നു ചെല്ലുന്നതായി നാം വായിക്കുന്നു. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് നൽകിയത്. ദൈവജനം അവരുടെ പാപത്തെയും തിന്മ നിറഞ്ഞ ജീവിതശൈലിയെയും വിട്ടുതിരികയും അനുദപിച്ച് ദൈവവഴിയിലേക്ക് തിരിയുവാനുള്ള ഒരു ആഹ്വാനമായിരുന്നു അത്. എന്നാൽ യേശു സ്നാനമേറ്റത് പാപം മൂലമല്ല, മനുഷ്യനുമായി താതാത്മ്യം പ്രാപിക്കുവാനായിരുന്നു. പാപികളായ മനുഷ്യർ കടന്നു വന്ന സ്നാനം സ്വീകരിച്ച അതേ പടവുകളിലൂടെയാണ് യേശുവും ചെല്ലുന്നത്. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാപെന്ന പോലെ ഇറങ്ങി വരികയും യേശുവിൻ്റെ മേൽ ആവസിക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ ശബ്ദവും ഉണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനം യേശുവിൻ്റെ ഈ ലോകത്തിലെ ദൗത്യ നിർവഹണത്തിന് മുന്നോടിയായിരുന്നു. യേശുവിൻ്റെ സ്നാനസമയത്താണ് യേശു ദൈവപുത്രനാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് ദൈവിക ദൗത്യ നിർവഹണത്തിൽ തന്നെ ശക്തിപ്പെടുത്തുന്നതിനായി പരിശുദ്ധാത്മാവിനെയും ദൈവം അയക്കുന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവായിരിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ സമ്മേളനമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ നാം ദർശിക്കുന്നത്. ഇപ്രകാരം പിതൃപുത്ര പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ദൗത്യ നിർവഹണത്തിന് വളരെ പ്രധാനമാണ്. നമ്മുടെ സ്നാനം ക്രിസ്തുവുമായിട്ട് നമ്മെ ഏകീഭവിക്കുന്ന ഒരു കൂദാശയാണ്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ബന്ധങ്ങൾ എന്നിവയെല്ലാം നാം ദൈവമക്കളാണ് എന്ന വസ്തുത വെളിപ്പെടുത്തണം. മോശയെപ്പോലെ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനായി നമ്മെ വിളിച്ചേക്കാം. നമ്മുടെ കുടുംബജീവിതം, ജോലി, ദിനംതോറുമുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇവരെ മധ്യത്തിലായിരിക്കാം ദൈവം നമ്മെ വിളിക്കുന്നത്. നാം ആരാണെന്ന ബോധ്യവും തിരിച്ചറിവും ദൗത്യ നിർവഹണത്തിന് ആവശ്യമാണ്. അത് ദൈവീ ദൗത്യം ഏറ്റെടുക്കുവാനും നിർവഹിക്കുവാനും നമ്മെ പ്രാപ്തരാക്കും. നാം ദൈവമക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കുവാനും അത് പ്രഖ്യാപിക്കുവാനുമാണ് നമ്മെ അയച്ചിരിക്കുന്നതെന്നും നാം ഓർമ്മിക്കണം. സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച പദവിയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ ആത്മവിശ്വാസവും ധൈര്യവും വിശ്വസ്തതയും വളർത്തുവാൻ സഹായിക്കും. ഇപ്രകാരം നമ്മെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ ദൈവീക ദൗത്യം വിജയകരമായി നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.